കൂട്ടുകാരെ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് പ്രൊഫൈൽ ലൈറ്റ്. പ്ലെയിൻ ആയിട്ടുള്ള ജിപ്സത്തിലും സീലിംഗിലുമൊക്കെ പല തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളുമൊക്കെ ചെയ്തെടുക്കുക എന്നതാണ് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രൊഫൈൽ ലൈറ്റിൽ പിന്നെ അത്യാവശ്യം ഏതെങ്കിലും ഒരു ചെറിയ ഡിസൈൻ നമ്മൾ കണ്ടെത്തി അത് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനനുയോജ്യമായ ഡിസൈനും പവറും കാര്യങ്ങളുമൊക്കെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, ചില വീടുകളിൽ ഇലക്ട്രിക്കൽ വർക്ക് നമ്മളായിരിക്കും ചെയ്യുന്നത്, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഒക്കെ നമ്മളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ജിപ്സത്തിനകത്തുള്ള ലൈറ്റും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ നമ്മളവിടെ ചെയ്തു കൊടുത്തിട്ട് അവസാനം ഇൻറ്റീരിയറിനകത്ത് ജിപ്സത്തിനകത്തൊക്കെ വരുന്ന ലൈറ്റിനും പ്രൊഫൈൽ ലൈറ്റിനുമൊക്കെ ഇവർ തന്നെ നിയമിക്കുന്ന ആൾക്കാരായിരിക്കും അവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ ക്ലാസ് 2 വയറൊക്കെ ഇട്ടാലും ശരി, ക്ലാസ് 5ൻ്റെ കുറഞ്ഞ വയറുകളും അത്യാവശ്യം നിലവാരമില്ലാത്ത ഡ്രൈവുകളും ഒക്കെ വെച്ചിട്ടായിരിക്കും ഇവർ ലൈറ്റ് കത്തിക്കുന്നത്. പക്ഷേ പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കോ പ്രയാസങ്ങൾക്കോ ഇവരാരും തിരിഞ്ഞു നോക്കുകയില്ല എന്നതാണ് നമ്മുടെ സർവീസിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മുഴുവനും. നമുക്കാണെങ്കിൽ ഈ ഇൻറ്റീരിയറിനകത്ത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് യാതൊരു പിടുത്തവും ഉണ്ടാവത്തില്ല. പല സ്ഥലങ്ങളിലും മോശം അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. 1 സ്ക്വയറിൻ്റെ വയറ് വലിച്ചിട്ട് 10ഉം 20ഉം ലൈറ്റുകൾ കത്തിക്കുക, അതും 12 വാട്ട്സിൻ്റെ ഒക്കെ ലൈറ്റുകൾ കത്തിക്കുക, അതേ ലൈറ്റിൻ്റെ ന്യൂട്രൽ പിടിച്ചിട്ട് ഫാനിന് കൊടുക്കുക, യാതൊരു കണക്കുമില്ലാതെ ഒരു റൂമിൽ അനവധി ലൈറ്റുകൾ പിടിപ്പിക്കുക, ഒരു ലോജിക്കുമില്ലാത്ത രീതിയിലുള്ള ഡിസൈനിങ് ചെയ്യുക, എന്തെല്ലാം ഗുലുമാലുകൾ ഒപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഇതിനകത്ത് ഒപ്പിച്ച് വെച്ചിരിക്കും. എത്ര രൂപ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ അത്രയും രൂപ മാക്സിമം വാങ്ങിയെടുത്തിരിക്കും ഇവർ. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെയും ലൈറ്റ് വർക്കിൻ്റെയും പേരിൽ എത്ര ലക്ഷം രൂപകളാണ് കസ്റ്റമേഴ്സ് പൊടിച്ചു കളയുന്നത്. എന്നാൽ ആ വീട്ടിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്ത ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ പ്ലംബർ ഒരു 10 രൂപ അധികം ചോദിച്ചാൽ അവനെ ഒന്ന് ഗൗനിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ആ വീട്ടിലൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ആ പ്ലംബറാണ് ആ വീട്ടിൽ വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന കാര്യം ഇവർ മറന്നു പോകുന്നു എന്നതാണ് സത്യം, യാഥാർത്ഥ്യം. ഒരു ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്നത് ആ വീട്ടിലെ ഒരംഗം പോലെയാണ്. ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടിയെത്താൻ അവനെ ഉണ്ടാവത്തുള്ളൂ. വലിയ ഇൻറ്റീരിയർ കമ്പനികൾക്ക് വർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ ആ വർക്കിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടത് ഓരോ ക്ലയൻറ്റിൻ്റെയും അനിവാര്യമായ ഘടകമാണ്, ബാധ്യതയാണ്, ആവശ്യമാണ്. അത് കൃത്യമായി നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഓരോ ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കളോടും നിങ്ങളോടും നമ്മൾ പറയുന്നത്, ഓരോ സമയത്തും നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിരിക്കണം. ഓരോ കാര്യത്തിനെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരിക്കണം, അവബോധമുണ്ടായിരിക്കണം. അത് വെച്ച് നിങ്ങൾക്ക് മാക്സിമം മുന്നേറാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക, അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടോ അതെല്ലാം പഠിക്കുക. CCTV പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം വർക്ക് നമുക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമുക്കൊരു വരുമാന മാർഗമാക്കി കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ പഠിക്കുക, പഠിക്കാൻ ശ്രമിക്കുക.